രാഷ്ട്രീയ വിവാദങ്ങളിൽ സർക്കാർ കനത്ത പ്രതിരോധത്തിലായിരിക്കെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എഡിജിപിക്കെതിരെയുള്ള ആരോപണങ്ങളും പൂരം കലക്കലും PR ഏജൻസി വിവാദവും സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സഭ ഇന്നത്തേക്ക് പിരിയും. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഭരണപക്ഷത്തെ ശക്തമായ സാന്നിധ്യമായിരുന്ന PV അൻവർ സർക്കാരിന്റെ കടുത്ത വിമർശകനായാകും സഭയിലെത്തുക. അൻവറിന്റെ ഇരിപ്പിടവും പ്രതിപക്ഷ നിരയിലാണ്. ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. ഡാൻ, നമ്മളിപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന് മുന്നിലുള്ള വിവാദങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ ഒട്ടനവധിയാണ്. പൂരം കലക്കലുണ്ട്, ADGPയെ സംരക്ഷിക്കുന്നു എന്നുള്ള വിവാദമുണ്ട്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിട്ടുള്ള PR ഏജൻസി വിവാദമടക്കം, അങ്ങനെ വിവാദങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ് സർക്കാരിന്റെ മുമ്പിലുള്ളത്. അത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി സഭയിൽ അവതരിപ്പിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇന്നത്തെ നമുക്ക് സഭാ നടപടിക്രമങ്ങൾ അറിയാം. വയനാടിൽ ജീവൻ പൊലിഞ്ഞവർക്കുള്ള അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് സഭ ഇന്ന് പിരിയും. പക്ഷെ വരുന്ന ദിവസങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലല്ലോ, അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ ആൻഡ് കൃഷ്ണേന്ദു. 15ാം കേരള നിയമസഭയുടെ 12ാമത് സമ്മേളനത്തിനാണ് ഇന്ന് അല്പസമയത്തിനകം തുടക്കമാകാൻ പോകുന്നത്. നമുക്കറിയാം, സർക്കാർ വലിയ തരത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ കൊടുങ്കാറ്റ്, അതോടൊപ്പം ADGP MR അനിൽകുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് എന്ന തരത്തിലുള്ള വലിയ പ്രതിപക്ഷ വിവാദങ്ങൾ, അതിനിടയിൽ ഏറ്റവും ഒടുവിലായി PR ഏജൻസി വിവാദം, മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ഈ വലിയ ആരോപണങ്ങൾക്ക് ഇടയിലാണ്, വിവാദങ്ങൾക്കിടയിൽ സർക്കാർ ഒരുപാട് പ്രതിരോധത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഈ 12ാമത് സഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നത്. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുക. അതിൽ ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് സഭാ നടപടികൾ വേഗത്തിൽ തന്നെ ഇന്ന് പൂർത്തിയാകും. തിങ്കളാഴ്ച മുതലാകും സാധാരണ നിലയിലേക്ക് ഈ സഭാ സമ്മേളനം മാറുക. എന്തായാലും പ്രതിപക്ഷം വലിയ ആയുധമായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനിരിക്കുകയാണ് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അതിനിടയിലാണ് പ്രസക്തമായ ചോദ്യങ്ങൾ, ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നം ഇടാത്ത വിഭാഗത്തിലേക്ക് മാറ്റിയെന്ന വലിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുള്ളത്. അതിനിടയിലാണ് ഇന്ന് സഭാ സമ്മേളനം ചേരാൻ പോകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സഭാ സമ്മേളനം കഴിഞ്ഞ മുൻ തവണത്തേതുപോലെ ഒന്നും ആയിരിക്കില്ല. വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP അടക്കമുള്ള കക്ഷികൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്ത പശ്ചാത്തലമുണ്ട്. ഇന്നും സെക്രട്ടേറിയറ്റിലേക്ക് സമാന വിഷയത്തിൽ BJPയുടെ മാർച്ച് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും ഡാന്, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഇതിനിടയിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഭരണപക്ഷ നിരയിലുണ്ടായിരുന്ന PV അൻവർ MLA ഇത്തവണ സഭയിലേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ ഏറ്റവും വലിയ ശത്രുപട്ടം എന്ന ആ ഒരു പട്ടം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തവണ സഭയിലേക്ക് എത്താൻ പോകുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്ന കാര്യമാണ്, ആദ്യത്തെ 2 ദിവസം അദ്ദേഹം ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം പോലും മാറുന്നുണ്ട്. പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പിറകിലായി അദ്ദേഹം മാറ്റപ്പെടുകയാണ്. ഈ ഒരു വിഷയവും പ്രധാനമായും പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കാട്ടും എന്നുള്ളതിലും തർക്കമില്ലല്ലോ, അല്ലേ ഡാൻ? സ്വാഭാവികമായി രാഷ്ട്രീയമായ വലിയൊരു മറിമായം സംഭവിച്ചിരിക്കുന്ന പോലെയാണ്. കാരണം ഭരണപക്ഷത്തു നിന്ന് പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്ന PV അൻവർ MLA ആണ് ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷ നിലയിൽ പിന്നിലിരുന്നുകൊണ്ട് സർക്കാരിനെതിരെ പോർമുഖം തീർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നത്. അദ്ദേഹം വരുന്ന ദിവസം സർക്കാരിനെതിരെ പുതിയ പാർട്ടി വരെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന നിലപാടിലാണ്. അതിനിടയിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുമായി അദ്ദേഹം നിലമ്പൂർ അടക്കം മറ്റ് സ്ഥലങ്ങളിലൊക്കെ കളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി PV അൻവർ MLA തുടക്കമിട്ടിരിക്കുന്ന ആരോപണങ്ങൾ, അത് സർക്കാരിനെതിരെ ഉയർത്തിയ വെല്ലുവിളികൾ, അത് ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുക, പ്രതിപക്ഷം ഏത് തരത്തിലായിരിക്കും അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ സഭയിൽ വീണ്ടും ഉയർത്തിക്കാണിക്കുക, അതിൽ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായ ചർച്ചകൾ വേണ്ടിവരും. എന്തായാലും
PV അൻവർ തുടക്കമിട്ടിരിക്കുന്ന ആ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഒരുപക്ഷെ സർക്കാരിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് ADGP MR അജിത് കുമാറിനെ ആരോപണങ്ങളുടെ കരിനിഴലിൽ നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സ്വാഭാവികമായി ത്രിതല തരത്തിലുള്ള അന്വേഷണത്തിന് ഇന്നലെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പേരിനൊരു നടപടി മാത്രം, സഭാ സമ്മേളനം ചേരുമ്പോൾ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി എന്ന വ്യാഖ്യാനം മാത്രമേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആ നടപടികളിലൊക്കെ ഉണ്ടാകുകയുള്ളൂ. എന്തുകൊണ്ട് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഈ വിഷയത്തെ സഭയിൽ നേരിടാൻ പോകുന്നത്. പക്ഷേ ഡാൻ, അതേസമയം തന്നെ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ADGPയെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ ഒരുപക്ഷെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? കഴിഞ്ഞ ദിവസം CPI എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു വാക്ക് നൽകിയതായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു തീരുമാനം ഇന്നുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് ഡാൻ? അതായത് DGP ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. അവിടെ ADGP MR അജിത് കുമാറിന് അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചു, RSS നേതാക്കളെ കണ്ടതിൽ അടക്കം അല്ലെങ്കിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലടക്കം പ്രാഥമികമായ നടത്തിയ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് DGP ഷെയ്ഖ് ദർബൈ സാഹിബ് മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. സ്വാഭാവികമായി അവിടെയാണ് മുഖ്യമന്ത്രി തന്നെ ഇതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണം എന്ന ആവശ്യം സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിക്കുന്നത്. വീഴ്ചകൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ അദ്ദേഹം വിശദമായ റിപ്പോർട്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് ഇന്ന് സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് ലഭിക്കുന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങളിലേക്ക് മുഖ്യമന്ത്രി കടക്കാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല ഇത് മുന്നണിക്കകത്ത് നിന്ന് തന്നെ LDF-ലെ മറ്റ് ഘടകകക്ഷികളും സമാനമായ വിഷയം പരസ്യമായി തന്നെ ആവർത്തിച്ച് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. CPI അവരുടെ നിലപാട് വീണ്ടും കടുപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇനിയും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ അനുവദിച്ചാൽ അത് CPI ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും കൊടുക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വരെ വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് അഭിമാന പ്രശ്നമാണ് CPIയെ സംബന്ധിച്ച് MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ എക്സിക്യൂട്ടീവിലടക്കം ഉയർന്നു വന്ന കാര്യം. അതുതന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായും MV ഗോവിന്ദനുമായി കഴിഞ്ഞ ദിവസം AKG സെന്ററിൽ നേരിട്ട് നടത്തിയ ചർച്ചയിലും അഭിപ്രായപ്പെട്ട കാര്യം. അത് കൃത്യമായി പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം MR അജിത് കുമാറിനെതിരെ ആ കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി മുന്നണി എന്ന നിലയ്ക്ക് മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി മുഖവിലക്കെടുക്കേണ്ടത് അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രിയാണ് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്ന കൃത്യമായ നിലപാടുമായി മുന്നണിയിലെ മറ്റ് നേതാക്കളും രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഈ സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ ഒരുങ്ങുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർണായകമായ ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തെ മറ്റേതെങ്കിലും തസ്തികകളിലേക്ക് മാറ്റാനുള്ള സാധ്യതയ്ക്കാണ് പ്രാധാന്യം കൂടുതലെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഒരു കാര്യം